ഒരുവിധമുള്ള തൊഴിലൊക്കെ നമ്മൾ മാനേജ് ചെയ്യും. പരിചയമുള്ളതാണ്. നമുക്ക് ചവിട്ടണ വെച്ചോണ്ടാ കൂടുതൽ താല്പര്യം. കാരണം വില കുറച്ച് മേടിക്കും. അതെ, അങ്ങനെ കറക്റ്റാ. കാലമായി കൃഷി തുടങ്ങിയിട്ട്? ഞാൻ ഈ ഫീൽഡ് 30 വർഷമായി. കന്നുകാലി പരിപാലനത്തിന് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവയെ ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ. കന്നുകാലി എന്ന് പറഞ്ഞാൽ വലിയ അസുഖമില്ലാതെ അസുഖം വന്നാൽ ചികിത്സിക്കാം. അകിടുനീര് മെയിനായിട്ടുള്ള വരുന്ന കേസാണ് അകിടുനീര്. അകിടുനീര് കാണുമ്പോൾ അപ്പം തന്നെ നമ്മൾ അതിനുള്ള മരുന്ന് ചെയ്യുക. അത് എങ്ങനെയാണ്? അത് പച്ചമരുന്നാണോ അതോ? ഇല്ല, നമ്മളിപ്പോൾ പച്ചമരുന്നിനെ വെക്കാറില്ല. ഇപ്പോൾ ഇത് ഇഞ്ചക്ഷൻ ചെയ്യാം. പിന്നെ കാമ്പ് ട്യൂബ് വെച്ച് ചെയ്താൽ കുറേ കുറയും. തുടക്കത്തിൽ തന്നെ നമ്മളത് അതിനുള്ള പ്രതിരോധം ചെയ്താൽ മാറിയിരിക്കും. ഇപ്പം എല്ലാ രൂപത്തിലും അങ്ങനത്തെ അതിൽ മുല പോകുന്ന അങ്ങനെ കേട്ടില്ല. അല്ലെങ്കിൽ തുടങ്ങണേ നമ്മൾ കുറേ വൈകിട്ട് ചെയ്യുമ്പോൾ എന്തായാലും മുല പോകും. അതാണ് പ്രശ്നം. പാലിനെ ബാധിക്കും. പാലും ബാധിക്കും. പശുവിനെ വളർക്കലിൽ മെയിൻ സംഭവമാണ് അകിട്. അത് നമ്മൾ അറിയാതിരുന്ന പെട്ടുമാണ് അസുഖങ്ങൾ. പിന്നെ ചെന പിടിക്കാതെ എനിക്ക് അങ്ങനെ ഒരു കേസ് വരാറില്ല. 4 സീസണിൻ്റെ കറക്റ്റ് ടൈം ചെന പിടിക്കാറില്ല. നമുക്ക് വരാറില്ല. നമ്മൾ ആവറേജ് പശുക്കളുള്ളൂ. അല്ലാണ്ട് വലിയ ഐറ്റം പശു എന്ന് അറിയില്ല. ഒരു 20-15 പാല പശുക്കളാണ് എൻ്റെ ഇവിടെ. എന്നാലും നമുക്ക് ടോട്ടൽ ടേൺ ഓവർ ഒരു മാസം എല്ലാം എന്തായാലും 200 ലിറ്റർ പാല് കിട്ടും. 200-150. പിന്നെന്താ പറയുക, പശുക്കൾ ചെന വരുന്ന ഇച്ചിരി കുറയും കൂടുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ വെച്ച് കണക്കൊന്നും കിട്ടാറില്ല. കണക്കൂട്ട് നമ്മളൊരു കൂലി കിട്ടുന്ന പണിയാണ്. അല്ലാതെ ഒരുപാട് ലാഭം കിട്ടുന്ന ഒരു പണിയല്ല. ലാഭം മാത്രം പ്രതീക്ഷിച്ചാണ് ഈ ഫീൽഡിലോട്ട് ഉണ്ടാകാതെ പോകുന്നത്. മാത്രം നമുക്ക് ഒരു താല്പര്യം അതിലേക്ക് അങ്ങനെ ആയി ചെയ്യുക. ഇതിലായിട്ട് പശു കറങ്ങും. മെയിൻ ഇപ്പോൾ കൈകൊണ്ടിനെ കറക്കല്ല. അധികം ചിങ്ങറ ഞാൻ എല്ലാം വായ്മാരം തീറ്റയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് ഞാനിപ്പോ കേരള അല്ല ഈ KS സുപ്രീമും ചോളപ്പൊടിയാണ് കൊടുക്കുന്നത്. പിന്നെ ചോളത്തിന്റെ പുല്ല്, പച്ചപ്പുല്ല്, വൈക്കോല് അങ്ങനെ അരിഞ്ഞ് കൊടുത്തു. മെയിൻ KS ആണ്. KS ചോളപ്പൊടി. KS എന്ന് പറഞ്ഞാൽ KS സുപ്രീം. 3 നേരം ഭക്ഷണം കൊടുക്കുമോ? എങ്ങനെ? അല്ല, രാവിലെ വൈകുന്നേരം 2 നേരം കൊടുക്കും. 2 നേരം പുല്ല്, 2 നേരം തീറ്റ. കാലിത്തീറ്റ ചോളത്തി അത് 2 നേരം കൊടുക്കും. പിന്നെ വെള്ളം ഓട്ടോമാറ്റിക് ആയിട്ടാ വെള്ളം കുടിച്ചോളും. ആവശ്യമുള്ള വെള്ളം കുടിക്കും. ഓട്ടോമാറ്റിക് പശുവിന് ആവശ്യപ്പെടുന്നുണ്ട്. പശു ചൂടുകാലാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ സംരക്ഷിക്കാൻ നോക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയമായി തോന്നുന്നില്ല. പിന്നെ 2 നേരം വെള്ളം അടിച്ച് കുളിപ്പിക്കാറുണ്ട്. കുളിപ്പിച്ച് ഇതാക്കി ഓട്ടോമാറ്റിക് വെള്ളം ഉള്ളതുകൊണ്ട് വൈക്കോൽ എടുക്കുന്ന കണ്ടമാനം വെള്ളം കുടിക്കും. ഓക്കെ. കുൽക്കൃഷി സ്ഥല സൗകര്യത്തിനെ കുറിച്ചൊക്കെ? പുല്ല് വേണം. പിന്നെ സ്ഥലം അത്യാവശ്യം ചാണാനാണ് മെയിൻ. ചാണാനും മൂത്രവും അതിൻ്റെ
പശു കുളിപ്പിക്കുന്ന വെള്ളമാണെങ്കിലും അത് കൈകാര്യം ചെയ്യാനുള്ള സ്ഥലമാണ് അത്യാവശ്യം. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഏറ്റവും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് 10-20 പശുവൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കൂടുതൽ വേസ്റ്റ് ഉണ്ടോ ചാണാനൊക്കെ അതിനെ ചുറ്റുള്ള സ്ഥലം വേണം. അപ്പോൾ ഒരേക്കറോളം സ്ഥലം ചുരുങ്ങിയതെങ്കിലും ഫസ്റ്റ് ഉണ്ടായിരിക്കണില്ല. അത് നമ്മൾ അതിനായിട്ട് പോയിട്ട് പറഞ്ഞ് സ്ഥലത്ത് ഈ 10-20 പശുവൊന്നും പറ്റൂല. ഞാനിപ്പോൾ എനിക്ക് തന്നെ പൊതുവെ സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ ലീസിനെടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ഥലം പൊതുവെ വീടിനടുത്ത് കുറവിന് അടുത്ത് വീടുകളും കാര്യമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ഈ പശു ചാണാനും മണവും ഒക്കെ ആയിട്ട് കാറ്റും വെളിച്ചമൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട. മെയിനായിട്ട് നല്ല ഇതായിരിക്കണം. അത്യാവശ്യത്തിന് ഓപ്പൺ ഏരിയ ആണെങ്കിൽ അത്ര നല്ലതാണ്. ലാഭകരമാണോ കന്നുകാലി വളർത്തുക എന്നുള്ളത്? കുഴപ്പമില്ല, അത്യാവശ്യം ജീവിച്ചുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മൾ വളർത്തുന്ന രീതി പെട്ടെന്ന് അതിനായിട്ട് ചെയ്യാൻ പറ്റും. വളർത്താൻ അറിയാൻ പറ്റുന്ന മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അതുപോലെ മെയിനായിട്ട് നമ്മളൊരു ആവറേജ് പശു തുടങ്ങിയിട്ടായിരിക്കും ചെയ്യുന്നതല്ല. നമുക്ക് അതിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് പെട്ടെന്ന് പണിക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഫാം തുടങ്ങിയാൽ പരാജയത്തിലേക്ക് പോകും. പണിക്കാരെ മാത്രം ചിന്തിക്കണം. പണിക്കാർ ഹിന്ദിക്കാർ ഒരു ദിവസം വരും, പിറ്റേ ദിവസം അവർ പോയിരിക്കുന്നത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അതാണ് മെയിനായിട്ടുള്ള ആവശ്യം. പണിക്കാർ ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫാം കൂട്ടിപ്പോകാൻ പാടില്ല. എനിക്കിപ്പോൾ 20 പശുണ്ട്. 20 പശുണ്ടെങ്കിൽ പണിക്കാർ ഒരാഴ്ച ഒരു മാസം പോയാൽ എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഞാൻ നമ്മുടെ പിള്ളേരാണെങ്കിലും അതിപ്പോൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയുന്നത്. നമ്മൾ തീറ്റയും വെള്ളമെല്ലാം കാര്യങ്ങളും വരും പ്രശ്നമില്ല. കറവയാണെങ്കിലും കൃഷി എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഞങ്ങൾ കറവയ്ക്കും. മോനിപ്പോൾ ഡിഗ്രിക്ക് ഓടിക്കുകയാണ്. അതിന് എന്നാലും അവനും കറക്കുന്നില്ല. അവൻ ആ കൊറോണ ടൈം ഒരു കറവ വന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ അവന് നന്നായിട്ട് കറക്കും. എന്നെങ്കിലും സ്പീഡിൽ കറക്കും. ഇപ്പോൾ ബാംഗ്ലൂർ ഡിഗ്രിക്ക് ഓടിക്കുകയാണ്. എന്നെങ്കിലും സ്പീഡിൽ കറക്കും. എത്ര നേരം കറവയുണ്ട്? 3 നേരം കറവയുണ്ടോ? 2 നേരം? 2 നേരം കറക്കുന്നു. 2 നേരം രാവിലെ വൈകുന്നേരം. രാവിലെ ഇപ്പോൾ ഒന്നാമത്തെ സമയത്ത് സെറ്റിന് സമയം ഒരു 5 മണി മുതലാകുമ്പോൾ പറ്റുന്ന അങ്ങനെ ഒരു വിഷയം വരാറില്ല. കിടന്നു പോകുന്നൊരു പ്രശ്നം വരുന്നില്ല. ഇപ്പം എന്നുവെച്ചാൽ ഏകദേശം ഒരു രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങുന്ന വൈകുന്നേരത്തെ അതുപോലെ തന്നെ ഒരു 4-5 മണിയൊക്കെ നേരം കറവാം. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമല്ല. പാല് കൂടുന്നതിന് തന്നെ അങ്ങനെ ഒരു ടൈമിൻ്റെ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കർണാടക എടുത്തോളും. ഇപ്പോൾ കറന്ന് സന്ധ്യയ്ക്ക് കൊണ്ടുപോകുമ്പോൾ സന്ധ്യയ്ക്ക് വണ്ടി വരുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ സമയാസമയം എടുക്കാറുണ്ടോ? പ്രതിരോധത്തിപ്പോൾ ഇവിടെ അവർ വന്ന് ചെയ്യുന്നുണ്ട്. നെന്മേലി പഞ്ചായത്തിന് കീഴിലുള്ള കുളമ്പുരോഗം അതുപോലെ ചർമ്മമഴയ്ക്കാണെങ്കിലും വന്ന് ചെയ്തിട്ടുണ്ട്. അത് അവർ ആ ടൈം ആകുമ്പോൾ കറക്റ്റ് ഫാമിൽ വന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണകൾ ഞാൻ അങ്ങനെ ആനുകൂല്യമൊന്നും മേടിക്കാൻ നിന്നിട്ട് എന്നാൽ ഞാൻ വീട്ടിലെടുത്ത് ചെയ്യുന്നതാണ്. ഞാൻ തമിഴ്നാട്ടുകാരനാണ്. ഞാൻ എനിക്ക് വീട്ടിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഫസ്റ്റിലെ ഞാൻ ആ കുറഞ്ഞ പശുവിനെ തുടങ്ങിയത്. എനിക്ക് കുറഞ്ഞ പശുവിൽ ഞാൻ ഇവിടെ മാടക്കർ സൊസൈറ്റിക്ക് വേണ്ടി താളുകളുണ്ട് പാൽ കൊടുത്തിരുന്നു. പിന്നീട് തമിഴ്നാട് പാൽ എടുക്കില്ല, പിന്നെ കേരളത്തിൽ ഫാമിലേക്ക് പാൽ എടുക്കില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ കേരളത്തിലേക്ക് ലീസ് എടുത്ത് അങ്ങനെ ഫാം തുടങ്ങിയതാണ്. ലീസിനെടുത്ത് വീട്ടിലാകുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് ലാവശ്യമായിട്ട് 10 പശു വളർത്തിയാൽ ഞങ്ങൾക്കൊരു മാസം ഒരു 50,000 രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ പണിക്കാരും ഈ ലീസും എല്ലാം കൂടെ ആയപ്പോൾ അങ്ങനെ ഓടുന്നുണ്ട്. പിന്നെ പശുക്കൾ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് പശുക്കൾ തന്നെയല്ല. എൻ്റെ അടുത്ത് ആവറേജ് പശുക്കളാണ്. എന്നാലും നഷ്ടം എന്ന് പറയുന്ന ഒരു കേസില്ല. വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ട് ഇതുവരെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് കിട്ടിയോ?